നമ്മളതിനെ കഴിച്ച് നമ്മളതിനെ ഹായ് ഹൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതൊക്കെ ഹായ് ഉണ്ടായതുകൊണ്ടാണ് ഹായ് ആക്കും. സമതേ, നമ്മളിന്ന് കൊണ്ടോട്ടി എയർപോർട്ട് ഗാർഡനിലാണ് ഉള്ളത്. ഇവിടെ ഒത്തിരി മാവുകൾ കായ്ച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് പഴുത്ത മാങ്ങകളുണ്ട്. അപ്പോൾ അതിനൊക്കെ റിവ്യൂ ചെയ്ത് ഓരോന്നായിട്ട് നോക്കാം. ഇത് കണ്ടില്ല, ഇത് നമ്മുടെ 10-18 വർഷമായ ഒരു പ്ലാന്റ് ആണ്. നോക്കാം, ഇതിന്റെ വലിപ്പം നോക്കാം. ശരിക്കും പടുമരങ്ങൾ തന്നെ കുറെ മാമ്പഴങ്ങൾ കായ്ച്ചിരുന്നു. കുറെ നമ്മൾ പറിച്ചെടുത്ത് കവർ ഇട്ട് വെച്ചതാണ്. പഴുത്ത മാങ്ങകളുണ്ട്. ഇതിന്റെ ഇതൊക്കെ ഒന്ന് കാണാം. പഴുത്തത് നമ്മൾ എടുത്തിട്ട് കണ്ട ഇതിന്റെ ഭംഗി നോക്കാണ്. എന്തൊരു ഇതൊരു കിലോക്ക് മുകളിൽ വരുന്നുണ്ട്. കിലോക്ക് മുകളിൽ വെയിറ്റ് വരും അല്ലേ? അയ്യോ, നല്ല മാങ്ങയാണ്. അത്യാവശ്യം നമുക്ക് വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ മാങ്ങയാണ്. കാണാനൊരു ഭംഗിയുണ്ടല്ലോ. പലർക്കും ഡൗട്ട് ഉണ്ടാവും വാട്ടർ ടാങ്കിനകത്തല്ല ഡ്രമ്മിൽ വെച്ച് കഴിഞ്ഞാലൊക്കെ കായ പിടിക്കുമെന്നുള്ള ഉത്തരാണ് ഈ കാണുന്നത്. ഇതാ എന്താണ് ഭംഗിയല്ലേ. ശരിക്കും നമ്മളെ മിയാസാക്കി എന്നൊക്കെ പറഞ്ഞ മാങ്ങയുടെ കളർ എത്തിയിട്ടുണ്ടല്ലേ. നല്ല മാങ്ങയാണ്. ഇതിന്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാന്നുള്ളത്. ഇതൊക്കെ ഇതെന്താണ് ഇപ്പൊ നമുക്ക് ഇതിന്റെ ഭംഗി എന്താണ് അല്ലേ? എന്താ പേര്? ഇത് കിങ് ഓഫ് ചക്കപ്പത്ത്, BN7, റെഡ് എംപയർ, തായ്വാൻ റെഡ്, ഇങ്ങനെ കുറെ പേരിൽ അറിയപ്പെടുന്ന ഒരു മാമ്പഴമാണ്. കണ്ടാ എന്തൊരു ഭംഗിയില്ലേ. തായ്ലൻഡ് വെറൈറ്റി. ഇത് തായ്ലൻഡ് വെറൈറ്റി ആണ്. സൂപ്പർ മാങ്ങയാണ്. നമുക്ക് ഒരു പഴുത്തതുണ്ട്. അപ്പൊ അതൊന്ന് നമുക്ക് കഴിച്ചിട്ട് തൊലി നല്ല ടേസ്റ്റ്, മൊത്തം നല്ല ടേസ്റ്റാ. കുറച്ചും കൂടെ പഴുക്കാണ്ട് കിങ് ഓഫ് ചക്കപ്പത്ത് ഒന്നും പാടെ പഴുക്കാണ്ട് കേട്ടോ. ഒന്നും കൂടെ പഴുക്കാണ്ട് നമുക്ക് റിവ്യൂക്ക് വേണ്ടിയിട്ട് ചെയ്യാം. കഴിക്കാം. ഓ, നമ്മളതിനെ കഴിച്ച് നമ്മളതിനെ ഹായ് ഹൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതൊക്കെ ഹായ് ഉണ്ടായതുകൊണ്ടാണ് ഹായ് ആക്കുന്നത്. നല്ലൊരു എന്താ പറയാ, ഒരു ക്രഞ്ചി ആയിട്ട് നമുക്ക് കഴിക്കാം. കാരണം നന്നായിട്ട് പഴുത്തിട്ട് അലിഞ്ഞിട്ടില്ല. ആ ഒരു ക്രഞ്ചി ടൈപ്പാണ്. നല്ല രസമുണ്ട് അല്ലേ? ഈ ടൈമിൽ ഇത് ഇത്ര മധുരം ഉണ്ടെന്നുണ്ടെങ്കിലും നല്ല മൂപ്പത്തി പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇത് ശരിക്കും മൂത്തിട്ടില്ല. നമുക്ക് വീട്ടുമുറ്റത്ത് വെക്കാനൊക്കെ നല്ല ഒരു സെലക്ട് ചെയ്യാവുന്ന ഒരു മാങ്ങയാണ്. നന്നായിട്ട് കായ പിടിക്കുന്നുണ്ട്. കിങ് ഓഫ് ചക്കപ്പത്തിൻ്റെ ഈ പ്ലാന്റുകൾ ബെഡും ഗ്രാഫ്റ്റും ചെയ്ത തൈകൾ നമുക്ക് ഒട്ടനവധി അവൈലബിൾ ആണ് ഈ എയർപോർട്ട് ഗാർഡനിൽ. കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് ഈ ഗ്രോ ബാഗിൽ കായ്ച്ചിരിക്കുന്ന മാങ്ങകൾ ഈ വർഷം നമ്മൾ ഒട്ടനവധി കൊടുത്ത് ഇപ്പോൾ നമുക്ക് ഇത്തരം പ്ലാന്റുകൾ 30 കവർ, 20 കവർ, 10 കവറുകളെല്ലാം റെഡിയാണ്. ബെഡും ഗ്രാഫ്റ്റും ചെയ്ത തൈകൾ ഇവിടെ അവൈലബിൾ ആണ്.